നമുക്കൊരു ചാപ്ലി കബാബ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 250 ഗ്രാം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അരച്ചെടുത്തിരിക്കുകയാണ്, പച്ച ഇറച്ചി അരച്ചെടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പോത്തിറച്ചിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടണോ എന്തോ വേണോ ചേർക്കാം. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ചതച്ചതാണ് 1 ടീസ്പൂൺ. മല്ലിപ്പൊടി ചതച്ചത് 1 ടീസ്പൂൺ. ഒരു നുള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ചുവന്ന മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, ഉണ്ടല്ലേ, വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ്, ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു മുട്ടയുടെയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ ഒരു മുട്ട ധാരാളം മതി. അതിനുശേഷം നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കയ്യിൽ വെച്ച് നല്ലതുപോലെ പരത്തിയെടുക്കുക. വളരെ കനം കുറച്ച് പരത്തിയെടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കയ്യിൽ വെള്ളം ഒന്ന് തടവി ഇട്ട് വേണം പരത്താൻ, അല്ലെങ്കിൽ കയ്യിലൊട്ടും. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിം മതി. ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്യാവും. കാര്യം ഇത് പച്ചയിറച്ചിയാണ്, അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ കിടന്ന് ഫ്രൈ ആവണം. ചിലപ്പോൾ സമയമെടുക്കും. നല്ലൊരു ടേസ്റ്റ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ്. പോത്തിറച്ചിയെല്ലാം കഴിക്കുന്നവർക്ക് ഈ രീതിയിലുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതിന് ചാപ്ലി കബാബ് എന്നാണ് അറിയപ്പെടുന്നത്. വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് മിക്ക സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്. ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാനിവിടെ ഉണ്ടാക്കി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. രണ്ടു വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു, കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെടുക്കാം. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. Thank you for watching. Thanks a lot. Bye.